ഇന്ന് ഞാനില്ലേ നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാനാട്ടോ വന്നിരിക്കുന്നത്. ബീഫ് റെഡ് മീറ്റൊക്കെയാണ്, അധികം ഒന്നും കഴിക്കാനും പാടില്ല, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ബീഫിനെ കഴുകി വൃത്തിയാക്കി ഇനി അതിനൊന്ന് വേവിച്ചെടുക്കുകയാണ്. കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം എങ്ങനെയാണ് ബീഫിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് എല്ലാവരും വേവിക്കണേ. വേവിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വെള്ളം ഒഴിച്ചു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില അത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ എത്ര വിസിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ വേവിച്ചെടുക്കുക. ഞാൻ അപ്പോഴത്തേക്കും സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കടുക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എൻ്റെ അപ്പുറത്ത് ആൻറ്റി പറഞ്ഞതാണ് കടുക് ഇട്ട് ചേർത്തിട്ടാണ് ഇങ്ങനെ വെക്കാറെന്ന്. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച്, ചെറിയുള്ളിയും ചേർത്ത് കുറച്ച്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിനുശേഷം 2 സവാള അരിഞ്ഞത് നീളത്തിലാണ് ഞാൻ അരിഞ്ഞത്. എനിക്ക് എങ്ങനെ അരിയാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കറിയിലും ഒരുവിധം ഇങ്ങനെ നീളത്തിൽ നൈസായിട്ട് അരിയുക ചെയ്യാറേ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാളയെല്ലാം നന്നായി വഴറ്റുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണ്ടോ. തേങ്ങാക്കൊത്ത് ആദ്യം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇടയില ചേർക്കാറ്, എന്നാലും നല്ല ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ സവാള നമ്മുടെ വഴണ്ടി കഴിഞ്ഞു. ഇനി നമ്മൾ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ പീസസാക്കി അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വഴണ്ടി വരട്ടെ കേട്ടോ. തക്കാളിയെല്ലാം നന്നായി വഴണ്ടി വരണേ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് അവിടെ വിസിലടിക്കാൻ തുടങ്ങി. ഞാനൊരു 5-6 വിസിലെന്തോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലെല്ലാം അടുപ്പിക്കുക. പിന്നെ സവാള എല്ലാം വഴണ്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിന് കുരുമുളക് പൊടി ചേർക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും അത് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആ കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേനും മസാലയെല്ലാം പിടിച്ച് പച്ചമണമൊക്കെ മാറി, നമ്മുടെ മുളക് പൊടിയുടെ എല്ലാം പച്ചമണമൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് ഈ ബീഫ് നമ്മൾ വേവിച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിവിടെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ടൊന്ന് വറ്റണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. പിന്നെ ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ നോക്കണേ. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. മലയാളികൾക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലൊന്നും ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ അതേ ബീഫ് കറിയൊക്കെ അല്ലേ, 2 പൊറോട്ട കഴിച്ചാലോ. പൊറോട്ടയും ബീഫും അത് അതിലേറെ ഭയങ്കര കോമ്പിനേഷനാണ്. വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് മലയാളീസിന്. നമ്മളും എപ്പോഴും ബീഫൊന്നും വാങ്ങാറില്ല കേട്ടോ. റെഡ് മീറ്റാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.